വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്ന വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് പല മടങ്ങായി തിരിച്ചടച്ചേ തീരുവെന്ന് കേന്ദ്ര സർക്കാർ വീണ്ടും അറിയിച്ചിരിക്കുകയാണ്. VGF-മായി ബന്ധപ്പെട്ടെടുത്ത തീരുമാനം പിൻവലിക്കണമെന്ന് അഭ്യർത്ഥിച്ച് നൽകിയ കത്തിന് മറുപടിയായി കേന്ദ്ര ധനകാര്യമന്ത്രി നിർമ്മലാ സീതാരാമൻ അയച്ച കത്തിലാണ് ഇതുള്ളത്. നാളിതുവരെ VGF ഗ്രാൻറ്റിൻ്റെ കാര്യത്തിൽ പുലർത്തി വന്ന നയമുണ്ട്. ആ നയത്തിൽ നിന്നുള്ള വ്യതിയാനമാണ് ഈ തീരുമാനം. VGF വിഭാവനം ചെയ്തിരിക്കുന്ന മാനദണ്ഡമനുസരിച്ച് അത് ഒറ്റത്തവണ ഗ്രാൻറ്റായാണ് നൽകുന്നത്, വായ്പയായി പരിഗണിക്കേണ്ടതല്ല. VGF സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും സംയുക്തമായി നൽകാൻ തീരുമാനിച്ചതാണ്. കേന്ദ്ര വിഹിതമാണ് 817,80,00,000 രൂപ. സംസ്ഥാന വിഹിതം 817,20,00,000 രൂപ. ഈ വിഹിതം സംസ്ഥാനം നേരിട്ട് അദാനി പോർട്ട് കമ്പനിക്ക് നൽകും. കേന്ദ്രം നൽകുന്ന തുക വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖ കമ്പനിക്ക് വിസിൽ ലാഭവിഹിതം ലഭിച്ചു തുടങ്ങുമ്പോൾ അതിൻ്റെ 20% വെച്ച് കേന്ദ്ര സർക്കാരിന് സംസ്ഥാന സർക്കാർ നൽകണമെന്നതാണ് വ്യവസ്ഥ വെച്ചിരിക്കുന്നത്. അതിനർത്ഥം ഇപ്പോൾ നൽകുന്ന തുക 817,80,00,000 രൂപയാണെങ്കിൽ തിരിച്ചടവിൻ്റെ കാലയളവിൽ പലിശയിൽ വരുന്ന മാറ്റങ്ങളും തുറമുഖത്തിൽ നിന്നുള്ള വരുമാനവും പരിഗണിച്ചാൽ ഏതാണ്ട് 10,000-12,000 കോടി രൂപയായി തിരിച്ചടക്കണം എന്നാണ്. കേന്ദ്ര സർക്കാർ തങ്ങൾ നൽകിയ തുക സംസ്ഥാന സർക്കാർ നൽകിയ വായ്പയായി വ്യാഖ്യാനിക്കുകയും അതിൻ്റെ പലിശയടക്കമുള്ള തിരിച്ചടവ് സംസ്ഥാന സർക്കാരിൻ്റെ തലയിൽ കെട്ടിവെക്കുകയുമാണ് ചെയ്യുന്നത്. ഇത് വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ടിങ്ങിൻ്റെ യുക്തിയെ തന്നെ നിരാകരിക്കുന്നതാണ്. VGF ലഭ്യമാക്കുന്നതിനുള്ള കരാറുണ്ടാക്കുന്നത് കേന്ദ്ര സർക്കാരും അദാനി കമ്പനിയും തുക നൽകുന്ന ബാങ്കും തമ്മിലാണ്. എന്നാൽ തിരിച്ചടക്കാനുള്ള കരാർ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും തമ്മിൽ വേണം എന്നാണ് വിചിത്രമായ നിബന്ധന. രാജ്യത്തിനാകെ ഗുണകരമായ ഒരു പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ എല്ലാ പിന്തുണയും നൽകുമ്പോഴാണ് സംസ്ഥാനത്തിനു മേൽ കേന്ദ്രം അമിതഭാരം അടിച്ചേൽപ്പിക്കുന്നത്. ഈ വിഷയത്തിലാണ് മുഖ്യമന്ത്രി എന്ന നിലയിൽ കേന്ദ്ര ധനമന്ത്രിക്ക് കത്തെഴുതിയത്. എന്നാൽ മറുപടിയിൽ വിഴിഞ്ഞത്തിന് കേന്ദ്ര സർക്കാർ അനുവദിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗ്രാൻഡല്ല, വായ്പയാണെന്ന് വ്യക്തമാക്കുകയാണ്. വയബിലിറ്റി ഗ്യാപ്പ് ഫണ്ട് അനുവദിച്ച ഒറ്റ പ്രോജക്റ്റിന് പോലും തിരിച്ചടവ് നിബന്ധന നാളിതുവരെ കേന്ദ്ര സർക്കാർ വെച്ചിരുന്നില്ല. കൊച്ചി മെട്രോയ്ക്ക് വേണ്ടി VGF അനുവദിച്ചപ്പോഴും തുക തിരികെ വേണമെന്ന് കേന്ദ്രം പറഞ്ഞിട്ടില്ല. കേരളത്തിന് മാത്രമായി തയ്യാറാക്കിയ പുതിയ മാനദണ്ഡം VGF-ൻ്റെ തന്നെ സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈനിന് വിരുദ്ധമാണ്. കമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ വിഴിഞ്ഞത്ത് 70 കപ്പലുകൾ വന്നുപോയി. ഈ ഇനത്തിൽ മാത്രം 50 കോടി രൂപയ്ക്ക് മുകളിൽ GST കേന്ദ്ര സർക്കാരിന് ലഭിച്ചു. കമേഴ്ഷ്യൽ ഓപ്പറേഷൻ ആരംഭിച്ച് ഒരു വർഷത്തിനകം തന്നെ കേന്ദ്രം മുടക്കുന്ന VGF ഫണ്ട് GST വീതമായി കേന്ദ്ര സർക്കാരിലേക്ക് ലഭിക്കും. ഇങ്ങനെയുള്ളപ്പോഴാണ് പുതിയ സമീപനം കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്നത്. കേരളവും VGF ഗ്രാൻറ്റ് വിഴിഞ്ഞത്തിനായി നൽകുന്നുണ്ട്. അതിനു പുറമെ 4,777 കോടി 14 ലക്ഷം രൂപയാണ് സംസ്ഥാന സർക്കാർ വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിനും അനുബന്ധ സൗകര്യത്തിനുമായി മുടക്കുന്നത്. ബ്രേക്ക് വാട്ടറും ഹാർബർ നിർമ്മാണത്തിനുമായി
1726 കോടി 34 ലക്ഷം രൂപയും ഭൂമി ഏറ്റെടുക്കാൻ 1115 കോടി 73 ലക്ഷം രൂപയും വൈദ്യുതി ജലസ്രോതസ്സുകൾ എന്നിവയുടെ നിർമ്മാണത്തിന് 76 കോടി 77 ലക്ഷം രൂപയും സോഷ്യൽ വെൽഫെയറിനായി 123 കോടി 60 ലക്ഷം രൂപയും കൺസൾട്ടൻസി പ്രോജക്റ്റ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയ്ക്കായി 135 കോടിയും നിർമ്മാണ ഘട്ടത്തിലെ പലിശക്കായി 278 കോടി 80 ലക്ഷം രൂപയും റെയിൽ കണക്ടിവിറ്റിക്കായി 1213 കോടി 66 ലക്ഷം രൂപയും സംസ്ഥാന സർക്കാർ മുടക്കുന്നു. ഇത്രയും തുക സംസ്ഥാനം മുടക്കുന്നതുകൊണ്ടാണ് ലാഭവിഹിതം കേരളത്തിന് കൂടുതൽ ലഭിക്കുന്നത്. കേരളം VGF ഗ്രാൻറ്റ് നൽകുന്നത് വിഴിഞ്ഞത്തിൻ്റെ വികസനത്തിനു വേണ്ടി മാത്രമാണ്. തിരിച്ച് ലഭിക്കേണ്ടാത്ത തുകയായി തന്നെയാണ് സംസ്ഥാനത്തിൻ്റെ VGF വിഹിതത്തെ കേരളം കാണുന്നതും. എന്നാൽ കേന്ദ്രത്തിൻ്റെ VGF വിഹിതത്തിൽ ലാഭവിഹിതം വേണമെന്ന് കേന്ദ്രം ആവശ്യപ്പെടുകയാണ്.